ചൈനയ്ക്ക് മുകളിൽ അമേരിക്ക 130% താരിഫ് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കൺസേൺ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും നിഫ്റ്റി 0.23% ഇടിഞ്ഞ് 25,227 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് FMCG സെക്ടർ 0.90% ഇടിഞ്ഞു. കൺസ്യൂമർ ഡ്യൂറബിൾസ് 0.84%, IT 0.78% ഇടിഞ്ഞു. ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സർവീസ് ഏറെക്കുറെ ഫ്ലാറ്റ് ആയിരുന്നു. നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സും പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സും മാർജിനലി പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം താരിഫുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നിരുന്നു. US വാണ്ട്സ് ടു ഹെൽപ്പ് ചൈന നോട്ട് ടു ഹർട്ട് ഇറ്റ് തുടങ്ങിയ പ്രസ്താവനകൾ വന്നത് താരിഫുമായി ബന്ധപ്പെട്ട സംഘർഷം അല്ലെങ്കിൽ ആശങ്ക ലഘൂകരിക്കുകയും അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഡീസൻ്റ് റിക്കവറി വരികയും ചെയ്തു. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും ഒരു റിക്കവറി പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിരയിലേക്ക് എത്തുകയും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ 25,350, 25,400 തുടങ്ങിയ സോണുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 25,100 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 2.07%-ൽ നിന്നും 1.54%-ലേക്കാണ് കുറഞ്ഞത്. മാർക്കറ്റ് 1.70% റീറ്റെയിൽ ഇൻഫ്ലേഷനായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ 25 മുതൽ 50 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ RBIയുടെ ലോവർ ബാൻഡിനേക്കാളും അതായത് 2 മുതൽ 6% എന്ന ഇൻഫ്ലേഷൻ റേഞ്ചിൻ്റെ ലോവർ ബാൻഡിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. RBIയുടെ പ്രൊജക്റ്റഡ് ഇൻഫ്ലേഷനും കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട HCL ടെക്നോളജി എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. HCL ടെക് 1,494 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 2000, 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു ലാർജ് ക്യാപ്പ് IT സ്റ്റോക്കാണ് HCL ടെക്നോളജി. HCL ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 10% വർദ്ധിച്ചു. 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1-ൽ 3,843 കോടി രൂപയുടേതായിരുന്നു പ്രോഫിറ്റ്. അവിടെ നിന്നും പ്രോഫിറ്റ് 4,235 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതേസമയം ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10% ഇയർ ഓൺ ഇയറിലും 5% ക്വാർട്ടർ ടു ക്വാർട്ടറിലും വർദ്ധിച്ചു. 30,349 കോടിയിൽ നിന്നും 31,942 കോടിയിലേക്കാണ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത്. കൂടാതെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്തിൽ മോഡസ്റ്റ് റൈസ് കാണാൻ സാധിച്ചു. 2.4% ക്വാർട്ടർ ടു ക്വാർട്ടറിലും 4.6% ഇയർ ഓൺ ഇയറിലും ഉയർന്നു. കൂടാതെ റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളർ ക്വാർട്ടർ ടു ക്വാർട്ടർ 2.8%-വും ഇയർ ഓൺ ഇയറിൽ 5.8%-വും ഉയർന്നു. സർവീസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ 2.5%-വും ഇയർ ഓൺ ഇയറിൽ 5.5%-വും വർദ്ധിച്ചു. എബിറ്റ ഇൻ ടേംസ് ഓഫ് ഇന്ത്യൻ റുപ്പീസ് 12.3% ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിൽ 3.5%-വും വർദ്ധിച്ച് 5,500 കോടിയായി മാറുകയും ചെയ്തു. എബിറ്റ ഇൻ ടേംസ് ഓഫ് ഡോളർ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 10.2% വർദ്ധിക്കുകയും ചെയ്തു. എബിറ്റ മാർജിൻ 16.3%-ൽ നിന്നും 17.5%-ലേക്ക് ഉയർന്നതും HCL ടെക്കിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ 2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള HCL ടെക്കിൻ്റെ റവന്യൂ ഗൈഡൻസ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്തിൽ 4 മുതൽ 5%-ഓളം വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. മുമ്പ് 3 മുതൽ 5%-ഓളമുള്ള വർധനവായിരുന്നു പ്രൊജക്റ്റ് ചെയ്തിരുന്നത്. അതായത് ലോവർ ബാൻഡ് ഇൻക്രീസ് ആയതായിട്ട് കാണാൻ സാധിക്കും. ഇതും HCL ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ഒരു പോസിറ്റീവ് ഹൈലൈറ്റ് ആണ്. അതോടൊപ്പം തന്നെ അട്രീഷൻ റേറ്റ് 12.9%-ൽ നിന്നും 12.6%-ലേക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 12 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. HCL ടെക്കിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ പരിശോധിച്ചാൽ അവിടെയും വർധനവ് കാണാൻ സാധിക്കും. ഏകദേശം $2,569 മില്യൺ ടോട്ടൽ കോൺട്രാക്റ്റാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്.
കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് സൊല്യൂഷൻസിൽ നിന്നും $100 മില്യൺ റവന്യൂ ജനറേഷൻ നേടുന്ന ഒരു ലാർജ് ക്യാപ് കമ്പനിയുമായി HCL ടെക് മാറിയിട്ടുണ്ട്. ഇതും HCL ടെക്കിനെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. 1400 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും 1700 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസുമാണ്. ഇത് റേഞ്ചിനിടയിലുള്ള മൂവ്മെൻറ്റാണ് സ്റ്റോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1400 നിന്നും സ്റ്റോക്ക് ഉയർന്ന് 1500 ട്രേഡ് ചെയ്യുന്നു. HCL ടെക് പോലുള്ള സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുന്നവർ 1350 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതുമാണ്. ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ലാർജ് ക്യാപ് IT സെക്ടർ സ്റ്റോക്കുകളെ ഒരു കോൺട്രാ ബെറ്റ് എന്ന രീതിയിലും പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്